നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്ന വീഡിയോ സീരീസിലെ 74ാമത്തെ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ മുമ്പോട്ട് നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിന് പറ്റിയ ഏതാനും സ്റ്റോക്സാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് സ്വിംഗ് ട്രേഡിങ്ങിലേക്ക് വരുന്നതെങ്കിൽ നമ്മൾ ഈ ചാനലിൽ തന്നെ സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്തിട്ടുണ്ട് 43ാമതായിട്ട്. അപ്പോൾ ആ വീഡിയോ കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം സ്വിംഗ് ട്രേഡിങ്ങിൽ എൻട്രി എടുക്കാം. അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ്, ക്വാണ്ടിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ ഒന്നാമത്തെ സ്റ്റോക്ക് ഫ്ലൂറോ കെമിക്കലാണ്. അപ്പം ഈ ഒരു സ്റ്റോക്കിൻ്റെ 1 ഡേ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് ഞാനിവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു സപ്പോർട്ട് ലൈനിൽ ടച്ച് ചെയ്ത് ബൗൺസ് ചെയ്ത് സ്റ്റോക്ക് അപ്പ് ട്രെൻഡിൽ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇന്നത്തെ ഒരു ട്രേഡിംഗ് ഡേയിൽ ആ ഒരു സപ്പോർട്ട് ലൈനിൽ ഒരു സപ്പോർട്ട് എടുത്ത് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു 2814 ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2700 അല്ലെങ്കിൽ 750 റീജിയനിലേക്ക് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് സ്റ്റോക്ക് ലഭിക്കുകയാണെങ്കിൽ 2700 അല്ലെങ്കിൽ 750 റീജിയനിലേക്ക് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു എൻട്രി പരിഗണിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു കൃത്യമായിട്ടൊരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക 2500 റീജിയനിൽ. അപ്പം 250 രൂപയുടെ ഒരു സ്റ്റോപ്പ് ലോസ് ആണ് ഇവിടെ വരുന്നത്. ഇവിടെ ടാർഗറ്റായിട്ട് നമുക്ക് 3100 റീജിയൻ ഒരു ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്യാം. ഓൾറെഡി ഒരു 3100 സംതിങ് ടച്ച് ചെയ്ത സ്റ്റോക്കാണ്. നമുക്ക് 250 രൂപയുടെ ഒരു റിസ്ക്കും നമുക്ക് ഒരു 350 രൂപയുടെ ഒരു റിവാർഡുമാണ് നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ എടുക്കാൻ പറ്റുന്നത്. അപ്പം നമ്മൾ സ്റ്റോക്കിൽ എൻട്രി എടുത്ത് കഴിയുമ്പോൾ തന്നെ കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയി കഴിഞ്ഞാൽ എക്സിറ്റ് ആകുക. കാരണം മാർക്കറ്റ് വളരെ വോളറ്റൈലാണ്. മാർക്കറ്റ് വലിയ ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങും സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയി കഴിഞ്ഞാൽ എക്സിറ്റ് ആകുക. അങ്ങനെ ക്യാപിറ്റൽ സേഫ് ആയിട്ട് വെക്കുക. അതിനുശേഷം നമുക്ക് നല്ല എൻട്രീസ് വീണ്ടും എടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റോക്ക് ക്യാൻഫൈൻ ഹോമാണ്. ക്യാൻഫൈൻ ഹോമും നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു റീജിയണിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു റീജിയണിൽ ഇത് രണ്ടും കൂടെ ചേർത്ത് നമ്മളൊരു സപ്പോർട്ട് ലൈൻ വരച്ചിട്ടുണ്ട് ഒരു ഷോർട്ട് പീരീഡിൽ. നമുക്കിവിടെ ഡിസംബർ 14 തീയതി തൊട്ട് ഇപ്പോൾ ഫെബ്രുവരി വരെയുള്ള ഈ ഒരു ടൈം പീരീഡിൽ നമ്മളൊരു സപ്പോർട്ട് ലൈൻ വരച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇങ്ങനെ ഒരു റീജിയണിൽ ടച്ച് ചെയ്ത് ബൗൺസ് ബാക്ക് തരുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഇന്നത്തെ ദിവസവും നമുക്ക് ആ സപ്പോർട്ട് ലൈനിൽ ഒരു ടച്ച് ചെയ്ത് ബൗൺസിങ് തന്നു. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് 620 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 610 റീജിയണിൽ നമുക്ക് നല്ലൊരു എൻട്രി എക്സ്പെക്റ്റ് ചെയ്യുന്നു. 610 റീജിയണിൽ. അതിനുശേഷം നമുക്ക് ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമുക്ക് 35 രൂപയുടെ ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. 575 രൂപ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് സെറ്റ് ചെയ്യാം. അതായത് ഇവിടെ 35 രൂപയുടെ ഒരു സ്റ്റോപ്പ് ലോസ് ആണ് വരുന്നത്. ഇനി നമുക്ക് ടാർഗറ്റായിട്ട് നമുക്ക് ഈ ഒരു 660 റീജിയൻ, ഈ ഏകദേശം ഈ ഹൈ ടച്ച് 660 ടച്ച് ചെയ്ത് നമുക്ക് ടാർഗറ്റായിട്ട് ഈ 660 റീജിയൻ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മുടെ ടാർഗറ്റ് റിവാർഡ് എന്ന് പറയുന്നത് 50 രൂപയുടെ ഒരു റിവാർഡാണ്. റിസ്ക് എന്ന് പറയുന്നത് 35 രൂപയുടെ ഒരു റിസ്ക്കും 50 രൂപയുടെ ഒരു റിവാർഡുമാണ്. അപ്പോൾ ഏതാണോ ഹിറ്റ് ആകുന്നത് അവിടെ എക്സിറ്റ് ആകുക. ഈ സ്റ്റോക്കുകളെല്ലാം നമ്മൾ എൻ്റെ അനാലിസിസ് ആണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടേതായ അനാലിസിസ് കൊണ്ട് നടത്തിയതിന് ശേഷം മാത്രം സ്റ്റോക്സിൽ എൻട്രി എടുത്ത് നോക്കുക. അപ്പം അങ്ങനെ പതിയെ പഠിക്കാൻ നോക്കുക. അതിനുശേഷം ഇങ്ങനെയുള്ള സപ്പോർട്ട് ലൈൻസും ഒക്കെ ഡ്രോ ചെയ്ത് തന്നെ സ്റ്റോക്സിൽ എൻട്രി എടുക്കാൻ നോക്കുക. ഇനി നമ്മുടെ മൂന്നാമത്തെ സ്റ്റോക്ക് IDBI ആണ്. IDBI നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഹൊറിസോണ്ടൽ നമ്മുടെ ഒരു സൈഡ് വേസ് ആയിട്ടാണ് IDBI മൂവ് ചെയ്യുന്നത്. ഈ ഒരു റീജിയണിൽ പലതവണ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇന്നത്തെ ദിവസവും ആ ഒരു സപ്പോർട്ട് ലൈനിൽ വീണ്ടും ഒരു സപ്പോർട്ട് എടുത്ത് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഈ ഒരു 44 റീജിയനിലാണ് സ്റ്റോക്ക് സപ്പോർട്ട് എടുക്കുന്നത്. അപ്പം കറൻറ്റ്ലി 47 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 45, 46 റീജിയനിൽ നമുക്കൊരു നല്ല എൻട്രി എക്സ്പെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നാളെ ഈ ഒരു റീജിയനിൽ ലഭിക്കുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി എടുക്കാം. അതിനുശേഷം സ്റ്റോപ്പ് ലോസ് ആയിട്ട് 46 റീജിയനിൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ 43 റീജിയനിൽ ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. അതായത് ഒരു 3 രൂപയുടെ ഒരു സ്റ്റോപ്പ് ലോസ്. നമുക്ക് ടാർഗറ്റായിട്ട് 51 റീജിയൻ
51 റീജിയൻ നമുക്കൊരു ടാർഗറ്റ് ആയിട്ടും സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഇവിടെ നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത് 3 രൂപയുടെ ഒരു റിസ്ക്കും 5 രൂപയുടെ ഒരു റിവാർഡുമാണ് നമ്മൾ ഈ സ്റ്റോക്കിൽ എടുക്കുന്നത്. ഇതും ഏകദേശം 1:1.5 റിസ്ക് റിവാർഡ് റേഷ്യോസാണ് നമുക്ക് ഏകദേശം മാക്സിമം സ്റ്റോക്കിലും വരുന്നത്. ഏറ്റവും നല്ല റിസ്ക് റിവാർഡ് റേഷ്യോ ആണ് 1:1.5 അല്ലെങ്കിൽ 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ നമുക്ക് എപ്പോഴും നല്ലൊരു റിസ്ക് റിവാർഡ്. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റോക്കാണ് ബാറ്റ ഇന്ത്യ. അപ്പോൾ ബാറ്റ ഇന്ത്യയും 2300 സംതിങ് ടച്ച് ചെയ്ത സ്റ്റോക്കാണ്. ഇപ്പം 1882 രൂപയ്ക്കാണ് ലാസ്റ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു റീജിയൻ ഒരു ഹൊറിസോണ്ടൽ ഒരു സൈഡ് വൈസ് ആയിട്ടാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ സപ്പോർട്ട് റീജിയൻ 1800 റീജിയനിൽ നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് സ്റ്റോക്ക് ഇതിനു മുമ്പും. അപ്പം ഈ ഒരു 1800 റീജിയനിൽ നിന്ന് സ്റ്റോക്ക് നല്ലൊരു അപ്സൈഡ് മൊമെൻറ്റം നമുക്ക് ഇന്നത്തെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് 1850 റീജിയനിൽ ഒരു നല്ല എൻട്രി കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഈ ഒരു സപ്പോർട്ട് ലൈന് താഴെ 1700 റീജിയനിൽ ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. ടാർഗറ്റായിട്ട് നമുക്ക് ഈ ഒരു 2100 റീജിയൻ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു 2100 റീജിയൻ ഈ ഒരു റീജിയനിലും റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരു വരുന്ന റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത് റിസ്ക് ആയിട്ട് നമുക്ക് വരുന്നത് 150 രൂപയുടെ ഒരു റിസ്ക്കും റിവാർഡായിട്ട് വരുന്നത് 250 രൂപയുടെ ഒരു റിവാർഡും. ഇതും നല്ലൊരു റിസ്ക് റിവാർഡ് റേഷ്യോ തന്നെയാണ്. നമ്മൾ 4 സ്റ്റോക്കാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പം എപ്പോഴും നമ്മൾ റിസ്ക് സെയിം ആയിട്ട് വെക്കാൻ നോക്കുക. അതിനുവേണ്ടി നമ്മൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എത്ര ക്വാണ്ടിറ്റി എടുക്കണം ഓരോ സ്റ്റോക്കിലും. അപ്പോൾ നമ്മൾ റിസ്ക് സെയിം ആയിട്ട് വെക്കുക. റിവാർഡ് ഏകദേശം 1:1.5 അല്ലെങ്കിൽ 2 റിവാർഡ് വെച്ച് തന്നെ സ്റ്റോക്കിൽ എൻട്രി എടുക്കുക. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഈ സെറോദയുടെ ഒരു GTT ഓർഡർ ഫെസിലിറ്റിനെ കുറിച്ച്, അതായത് നമുക്ക് സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് ഒരേ ഓർഡറിൽ തന്നെ പ്ലേസ് ചെയ്തിടാൻ, അതുപോലെ തന്നെ എല്ലാ ഓർഡേഴ്സും, അതായത് സ്വിംഗ് ട്രേഡിങ്ങിന് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും ആവശ്യമായ എല്ലാ ഓർഡേഴ്സും നമ്മൾ കൂട്ടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പത്തെ വീഡിയോ 73ാമത്തെ വീഡിയോ ആയിട്ട് ആ വീഡിയോയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഓർഡർ ഇടുന്നതിൻ്റെ അകത്തൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പം നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും ആ സ്റ്റോക്കിൽ നിൽക്കരുത്, എക്സിറ്റ് ആകുക, ക്യാപിറ്റൽ സേഫ് ആയിട്ട് വെക്കുക, വീണ്ടും ഓപ്പർച്യൂണിറ്റി കിട്ടും, എൻട്രി എടുക്കുക. മാർക്കറ്റിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകുന്നതൊക്കെ ഒരു നോർമലാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് മാർക്കറ്റിലേക്ക് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും പേപ്പർ ട്രേഡ്സ് ചെയ്ത് നോക്കുക, മാർക്കറ്റ് വാച്ച് ചെയ്യുക, അതിനുശേഷം എൻട്രീസിലേക്ക് വരിക. അപ്പോൾ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഈ വീഡിയോ കണ്ട അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതലായിട്ട് ലൈക്സ് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ വീഡിയോ കൂടുതലായിട്ട് ബാക്കിയുള്ളവരിലേക്കും കൂടെ എത്തുള്ളൂ. അപ്പം ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.